ഭക്ഷണം കണ്ടാൽ നമ്മളങ്ങോട്ട് വാരി വലിച്ച് കഴിക്കും. പക്ഷെ എന്താണ് കഴിക്കുന്നതെന്ന് വല്ല ബോധവും നമുക്കുണ്ടോ? നിങ്ങളിപ്പോൾ ഒരു ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും, ഞാനിതാ ഒരു ആപ്പിൾ ജ്യൂസ് കഴിക്കുകയാണ് പാക്കഡ് ആയിട്ടുള്ളത്. ഇതിനുള്ളിലെ മറ്റ് ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു ഡ്രസ്സൊക്കെ എടുക്കാൻ നമ്മൾ സൂക്ഷ്മമായി നോക്കുന്നത് പോലെ നമ്മൾ നിത്യം കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിലും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും ഒന്ന് റിസർച്ച് ചെയ്യുക. ഇന്നിപ്പോൾ നിങ്ങൾ ഒരു വലിയ ന്യൂട്രീഷനിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അതിനെക്കുറിച്ചൊരു സ്റ്റഡി ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ എത്രയാണ് എത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു ഉത്തമ ബോധ്യം ഉണ്ടാവണം. ഈ ബോധ്യം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാനും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ആരോഗ്യത്തിന് ഉചിതമാണോ എന്ന് തിരിച്ചറിയാനും നമുക്ക് സാധ്യമാവും. ഇനിയിപ്പോൾ നിങ്ങൾ പാക്കഡ് അല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അതിനെക്കുറിച്ച് റിസർച്ച് നമ്മൾ നടത്തേണ്ടതുണ്ട്. പലപ്പോഴും നമുക്കതൊന്നും അറിയില്ല എന്നുള്ളതാണ്. അപ്പം നമുക്കിപ്പോൾ ഒരു കുഴിമന്തി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുവരുന്ന ആ പോർഷനിൽ എത്ര കലോറി ഉണ്ട്, അതിലെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് നമ്മൾ അറിയുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മാത്രം കഴിക്കുന്ന ഒരു ശീലം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വാരി വലിച്ചങ്ങ് തിന്നു പോവുക ചെയ്യുക.